കുറേ നാളുകളായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് മോർണിംഗ് റുട്ടീനൊക്കെ ഇടാനായിട്ട്. സമയം കൈപ്പിടിച്ച് ഓടുന്ന നമുക്കൊക്കെ ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് പോരായ്മകളുണ്ടാവും. എന്നാലും സാരല്ല, ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. എല്ലാ ഫ്രൈഡേയ്സ് പോലെയും ഇന്നത്തെ ഫ്രൈഡേ അത്ര ഹാപ്പിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരു 3 ദിവസത്തേക്ക് ഫ്ലെവി ഒന്ന് മുംബൈ വരെ പോവാണ് ബിസിനസ് ആവശ്യമായിട്ട്. 6:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് തലേത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കി. ഞങ്ങൾക്ക് 2 പേർക്കുള്ള മോർണിംഗ് ഡ്രിങ്ക് ഭയങ്കര സിമ്പിളാണ്. ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നു. എവറി 15 ഡേയ്സ് ഞങ്ങൾ ഈ മോർണിംഗ് ഡ്രിങ്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഫൈനലി ലഗേജും ഹാൻഡ് ക്യാരിയൊക്കെ ഒന്നും കൂടെ ചെക്ക് ചെയ്തു. എല്ലാം വിച്ചിലെന്ന് ചെക്ക് ചെയ്തു. ടാക്സി ബുക്ക് ചെയ്തു. പിന്നെ യാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ്. പ്രാർത്ഥിച്ച് ഞങ്ങൾ പരസ്പരം ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുത്തു. പിന്നെ ഹാൻഡ് ക്യാരിയിലും ലഗേജിലുള്ള സാധനങ്ങൾ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യിച്ചു. എല്ലാം എടുത്തില്ലെന്ന് ചെക്ക് ചെയ്തു. ഫ്ലെവിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ദുബായിൽ നിർത്തിയിട്ട് പുള്ളി പോകുന്നത്. മെയിനായിട്ട് അബ്രൂസിൻ്റെ കാര്യം ഓർത്തിട്ട്. കാരണം ദുബായിലുള്ളപ്പോൾ ഫ്ലെവിനെ കാണാതെ എത്ര ലേറ്റ് ആയാലും അവൻ ഫ്ലെവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഫ്ലെവിനെ കാണാതെ അവൻ ഉറങ്ങാറേയില്ല. അങ്ങനെ ഫ്ലെവിക്ക് ബൈക്ക് കൊടുത്ത് ഫ്ലെവിനെ യാത്ര അയച്ചു. ടാക്സി ഓൺ ടൈമിൽ വന്നുകൊണ്ട് തന്നെ ഫ്ലെവി പെട്ടെന്ന് തന്നെ ഇറങ്ങി. സോ ബാൽക്കണിയിൽ നിന്ന് ഞാൻ ബൈക്ക് പറഞ്ഞു. അബ്രൂസിന് എന്താണെന്നറിയില്ലെന്ന് നേരത്തെ എഴുന്നേറ്റു. അവന് മനസ്സിലായി അപ്പം പോയില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അപ്പം വന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുന്ന കുറേ തട്ടിപ്പുകളൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു. പിന്നെ അവൻ്റെ വണ്ടിയിൽ കുറച്ച് നേരമൊക്കെ കളിച്ചപ്പോഴേക്കും ആൾ ഉഷാറായി. പക്ഷേ ആൾക്ക് അറിയില്ല എപ്പോഴും രാത്രി അപ്പം വരില്ല എന്നുള്ള കാര്യം. പിന്നെ മോർണിംഗ് റൂട്ടീൻ കഴിഞ്ഞ് അവൻ്റെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ സെറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടു. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ്റെ മോർണിംഗ് റൂട്ടീൻ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അവൻ്റെ ബാഗ് പാക്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനും കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ. കാര്യം നെക്സ്റ്റ് ബിൽഡിംഗ് ആണ്. ഒരു 2-3 മിനിറ്റ്സിൻ്റെ വോക്ക് ഉള്ളെങ്കിൽ കൂടിയും കറക്റ്റ് സമയത്ത് എത്താമെന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. എൻ്റെ മേക്കപ്പും ഡ്രസ് ചേഞ്ചിങ്ങൊക്കെ കാരണം കൊണ്ട് അവൻ ലേറ്റ് ആവുന്നതായിരുന്നു അവൻ്റെ പരാതി. അങ്ങനെ ഞങ്ങൾ വേഗം വീടൊക്കെ പൂട്ടി വേഗം ഇറങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ആൾക്ക് സ്കൂളിൽ പോകാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ ക്യാമ്പ് കൂടെ ആയതുകൊണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് അവരുടെ ബിൽഡിങ്ങിൻ്റെ കോറിഡോറിൽ വെച്ചിട്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവൻ അങ്ങോട്ട് പോയി. ശേഷം താഴെയുള്ള ഷോപ്പിൽ നിന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി.